എന്താണുണ്ടായത് പാർവതി? സമസ്യ എന്താണെങ്കിലും നമ്മോട് പറയൂ. എന്താണ് വിഷമം? ഇല്ല സ്വാമി, വിഷമം ഒന്നുമില്ല. അങ്ങ് ഭക്ഷണം സേവിച്ചാലും. നമുക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. സങ്കോചപ്പെടാതെ ചോദിക്കൂ പാർവതി. വിവാഹം നടന്നതിന് ശേഷം ഒരു പത്നിക്ക് അവളുടെ പതിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുവാനുള്ള അധികാരമില്ലേ? തീർച്ചയായും ഉണ്ട് പാർവതി. ഇപ്രകാരമുള്ള ദീർഘവീക്ഷണം വിവാഹ സാഫല്യത്തിനും പതിയും പത്നിയുമായുള്ള സ്നേഹത്തിനും പരസ്പര വിശ്വാസം സ്ഥാപിച്ചെടുക്കുന്നതിനും അനിവാര്യമാണ്. എന്നാൽ ജീവിതത്തിന്റെ സമസ്ത വശങ്ങളുടെയും ജ്ഞാനം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി നാം അനുഷ്ഠിച്ച തപശ്ചര്യ അത് പര്യാപ്തമാകുന്നില്ലേ? പര്യാപ്തമാണ് പാർവതി. അവിടുത്തെ തപസ് തന്നെയാണ് നമ്മുടെ വിരക്തിക്കുമേൽ വിജയം പ്രാപ്തമാക്കി നമ്മുടെ പ്രേമവും പ്രാപ്തമാക്കിയത്.